എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തിലെ മാസഫലമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നുണ്ട്. ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ സാന്നിധ്യം നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയും ഒക്കെ എങ്ങനെ ബാധിക്കും? അതുപോലെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമോ? ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ലളിതമായ ജ്യോതിഷ വിശകലനത്തിലൂടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള പരിഹാരങ്ങളും വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. ആദ്യം മീനക്കൂറുകാരുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ജോലിസ്ഥലത്ത് മാറ്റങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്. ഈ മെയ് മാസത്തിലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നതാണ്. സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാകാൻ ജോലിയിൽ. അതുപോലെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരിയ്ക്കുന്ന സീറ്റ് മാറ്റമൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥലം മാറ്റം എന്നിവയ്ക്കൊക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയൊക്കെ 1-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരമൊക്കെ ലഭിക്കാൻ അല്പം സമയമൊക്കെ എടുത്തേക്കും. എന്നാലും ക്ഷമയോടെ കാത്തിരിക്കുക. താമസിച്ചാണെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് 11-ന് ശേഷം ചൊവ്വ നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് മാറുന്നത് ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനും അതുപോലെ നല്ല നിക്ഷേപങ്ങളൊക്കെ ബിസിനസ്സിൽ നടത്താനും മെയ് 11-ന് ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടി സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ വീട് പണിയുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം നല്ലൊരു സാമ്പത്തിക നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നതും ആണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. രാഹു 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുമാണ്. ഇനി മീനക്കൂറുകാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് 11-ന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ചൊവ്വ 2-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നത് വരുമാനത്തിലൊക്കെ വർധനവ് ഉണ്ടാക്കുന്നതാണ്. സ്ഥാവര വസ്തുക്കൾ, ഭൂമി അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ മാസം വളരെയധികം അനുകൂലമാണ്. അതുപോലെ എവിടെ നിന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ട് പണം കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അനാവശ്യ ചെലവുകൾക്കും കാരണമായേക്കാം. അതിനാൽ പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഒക്കെ വളരെയധികം അത്യാവശ്യമായ കാര്യവുമാണ്. ഇനി കുടുംബ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബാംഗങ്ങളുമൊക്കെയായിട്ട് നല്ല ബന്ധമൊക്കെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് ഒരു 70-80% അനുകൂലമായിട്ട് പോകുന്നതാണ്. പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പങ്കാളിയുടെ അഭിപ്രായമൊക്കെ തേടുന്നത് ഗുണകരമായിരിക്കും. മെയ് 15-ന് ശേഷം അല്പം ജാഗ്രത പാലിക്കേണ്ടതാണ്. ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സംസാരത്തിലൊക്കെ മിതത്വം പാലിക്കുകയും ദേഷ്യം നിയന്ത്രിക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ഒക്കെ നൽകേണ്ട സമയം കൂടിയാണ് ഇത്. ഇനി മീനക്കൂറിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. മീനൻ രാശിക്കാർക്ക് പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ മാറുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഒരു ദിവസം മുഴുവൻ പഠിക്കാൻ തീരുമാനിക്കുകയും അടുത്ത ദിവസം അത് തുടരാൻ മടിയൊക്കെ കാണിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പഠനത്തിന് ചെറിയ ഇടവേളകളൊക്കെ നൽകുക. ഒരു നീണ്ട സമയം ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമമൊക്കെ എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പരീക്ഷയൊക്കെ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് പരീക്ഷയിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് 11-ന് മുൻപ് അമിതമായ തലവേദനയോ ക്ഷീണമോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്.
പോഷകസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഇളച്ചുള്ള പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മീനക്കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാനോ അതുപോലെ എന്തെങ്കിലും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനോ അനുയോജ്യമായ സമയം ജൂൺ 2 ശേഷമാണ്. ഈ സമയം വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ കൂടുതൽ മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കാതെ അവരുടെ ഭാവിക്ക് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ജൂൺ 2 ശേഷം നന്നായിരിക്കും. ഇനി മെയ് മാസം ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം പോസിറ്റീവായിട്ട് നിലനിർത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാനും വേണ്ടി ചെയ്യാവുന്ന ചെറിയ വഴിപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ ചെയ്യുന്നത് ശനിയുടെ ദോഷം കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുമൂലം കഠിനാധ്വാനത്തിനൊക്കെ ഒരു ഫലം ലഭിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി മനസ്സിനൊക്കെ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ്. വരുന്ന മെയ് മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.